എല്ലാ തവണയും ബിഗ് ബോസിൽ അടിവസ്ത്രത്തിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും സമാനമായ രീതിയിൽ അടിവസ്ത്രം വലിയൊരു വഴക്കിന് കാരണമായി മാറിയിരിക്കുകയാണ്. മുൻപ് പലരും തമാശയാക്കിയെങ്കിലും സ്ത്രീകളുടെ അടിവസ്ത്രം പൊക്കിപ്പിടിച്ച് ജിൻഡോ പുതിയൊരു കണ്ടന്റ് തന്നെ ഉണ്ടാക്കി. ജിൻഡോ കാണിച്ച തെറ്റിന് ശിക്ഷ വിധിക്കുന്നതിനിടയിലാണ് ജാസ്മിന്റെ അടിവസ്ത്രത്തിന്റെ പ്രശ്നം എടുത്തിടുന്നത്. സ്വയം ശിക്ഷയിൽ നിന്നും ഒഴിയുന്നതിനായി അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഇതെന്നാണ് പൊതുവെയുള്ള ആരോപണം. ഇത് വീടിനകത്തും പുറത്തും വലിയ ബഹളങ്ങൾക്കും വഴക്കിനും കാരണമായി മാറിയിരിക്കുകയാണ്. കുളിക്കാൻ പോകുന്ന വഴി പവർ ടീമിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ വസ്ത്രങ്ങൾ എല്ലാവരും ഇരിക്കുന്നിടത്ത് വെക്കുന്നത്. കുറെ നേരം കഴിഞ്ഞിട്ടും അതെടുത്തു മാറ്റിയില്ലെന്ന് ആരോപിച്ചാണ് ജിൻഡോ പ്രശ്നമുണ്ടാക്കിയത്. ശേഷം ജാസ്മിനും ജിൻഡോയും വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ഗബ്രിയുടെ പേര് കൂടി വന്നതോടെ അദ്ദേഹവും തർക്കത്തിലേക്ക് എത്തി. ശേഷം ഗബ്രിയും ജിൻഡോയും പുതിയ വഴക്കിന് തുടക്കമിട്ടു. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് എന്നോട് സംസാരിക്കാൻ നീ ആയിട്ടില്ലെന്നും നിന്റെ വീട്ടിലുള്ളവർ ഒന്നുകൂടി ശ്രമിച്ചാലും ഇനി ഉണ്ടാവില്ലെന്നുമടക്കമുള്ള ആരോപണങ്ങൾ ജിൻഡോ ഉന്നയിക്കുന്നത്. അമ്മയെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കാറുള്ള ജിൻഡോ ഇങ്ങനെ പറയരുതെന്ന് ഗബ്രി ആവർത്തിച്ചെങ്കിലും അത് തെറ്റിദ്ധരിച്ച് ഗബ്രി തന്റെ അമ്മയെ ചീത്ത വിളിച്ചു എന്നാക്കി. അത്തരത്തിൽ പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലുള്ള വർത്തമാനത്തിലേക്കാണ് ഈ വഴക്ക് എത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിനിടയിൽ ബിഗ് ബോസ് ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോ ആണെന്നും അവിടെ വീട്ടുകാരെ അധിക്ഷേപിച്ചുള്ള കമന്റുകൾ പറയാൻ പാടില്ലെന്നും ബിഗ് ബോസ് പറയുകയായിരുന്നു. ഈ വിഷയത്തിൽ വീടിനകത്തും പുറത്തും ജിൻഡോക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മാത്രമല്ല താരത്തെ അനുകൂലിക്കുന്നവരുമുണ്ട്. ഇയാൾ ഇനി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും മണ്ടൻ ആണെന്ന് പറഞ്ഞാലും ചൊറിയൻ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന രീതിയിൽ ആ ഷോയിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയാണ്. 13 പേര് ഒരുമിച്ച് മലമറിച്ചിട്ടും എപ്പിസോഡും ലൈവും എല്ലാം പുള്ളി മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. ഈ സീസണിൽ ആരെങ്കിലും കൊള്ളാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ നിലവിൽ അത് ജിൻഡോ മാത്രമാണ്. ഇനി വൈൽഡ് കാർഡിൽ ആരേലും കയറി പൊളിച്ചാലേ പുള്ളി പൊളിയൂ. ഇപ്പോൾ അവിടുള്ള വാഴകൾ എല്ലാം കൂടി വിചാരിച്ചാലും ഒരു പുല്ലും നടക്കില്ല. ഇനി ജിൻഡോയെ എതിർക്കുന്നവർ ഇപ്പോൾ അവിടുള്ള കഴിവുള്ള മറ്റൊരു മത്സരാർത്ഥിയുടെ പേര് കൂടി മെൻഷൻ ചെയ്യേണ്ടതാണെന്നും തുടങ്ങി ജിൻഡോയെ പിന്തുണച്ച് നിരവധി പേരാണ് എത്തുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.